പൂമ്പാറ്റ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ ആരും അറിയാതെ, പൂ പോലും അറിയാതെ തേൻ കുടിക്കണമെന്നാണ്. അങ്ങനെ പൂ പോലും അറിയാതെ, ചുറ്റിലും ഇരുന്നവർ പോലും അറിയാതെ, തൻ്റെ പാർട്ടിയിലെ തന്നെയുള്ള വൈരികൾ പോലും അറിയാതെ അദ്ദേഹം ഇതിനു മുമ്പ് ഒരു തേൻ കുടിച്ചിട്ടുണ്ട്. കടൽ കൊള്ളയ്ക്ക് മുമ്പ് നടന്ന വകുപ്പ് കൊള്ളയാണ്. അല്ല, പരിശോധിക്കുമെന്ന് പറയുന്നത് എംപവേർഡ് കമ്മിറ്റിയാണ്. ഇനി എംപവേർഡ് കമ്മിറ്റിയിൽ ആരാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖം എൻ്റെ തല ഞാനും മാത്രമാണുള്ളത്. ഞാൻ മാത്രമല്ലാതെ വേറെ ആരുമില്ല. ഞാനെന്ന് പറഞ്ഞാൽ ആരെന്നറിയാലോ. അപ്പോൾ യഥാർത്ഥത്തിൽ കാണേണ്ടത്, ഈ പണ്ട് ശ്രീ വി ഡി സതീശനൊരു തിയറി പറയുന്നുണ്ട്. അത് നികുതി പിരിവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ്. ഈ പൂമ്പാറ്റ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ ആരും അറിയാതെ, പൂ പോലും അറിയാതെ തേൻ കുടിക്കണമെന്നാണ്. അങ്ങനെ പൂ പോലും അറിയാതെ, ചുറ്റിലും ഇരുന്നവർ പോലും അറിയാതെ, തൻ്റെ പാർട്ടിയിലെ തന്നെയുള്ള വൈരികൾ പോലും അറിയാതെ അദ്ദേഹം ഇതിനു മുമ്പ് ഒരു തേൻ കുടിച്ചിട്ടുണ്ട്. കടൽ കൊള്ളയ്ക്ക് മുമ്പ് നടന്ന വകുപ്പ് കൊള്ളയാണ്. ആ വകുപ്പ് കൊള്ള എന്തായിരുന്നു? പുള്ളി മന്ത്രിസഭാ രൂപീകരണ സമയത്ത് ശ്രീ വി ഡി സതീശൻ്റെ മുഖത്ത് കണ്ട കോൺഫിഡൻസ് എന്താണെന്ന് ഇപ്പോഴാണ് ആൾക്ക് മനസ്സിലായത്. ആ കണ്ട ആത്മവിശ്വാസം, തനിക്ക് ആവശ്യമായ എല്ലാ വകുപ്പുകളും പൂമ്പാറ്റ പൂ പോലും അറിയാതെ എടുത്തിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആരോരും അറിയാതെ ആദ്യം നടന്ന കൊള്ള വകുപ്പ് കൊള്ളയാണ്. ആ വകുപ്പ് കൊള്ളയുടെ ബേസിലാണ് ഇപ്പോൾ കടൽ കൊള്ളയ്ക്ക് വഴിയൊരുക്കി കൊടുക്കുന്നത്. ഇത് നമ്മുടെ സംസ്ഥാനത്തിന് പ്രശ്നമാണ്, കേരളത്തിന് പ്രശ്നമാണ്, കേരളത്തിൻ്റെ ഭാവിക്ക് പ്രശ്നമാണ്. വിഴിഞ്ഞത്തിൻ്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട ഒരുപാട് ആശങ്കകൾ ഉയർന്നുണ്ട്. രാജ്യസുരക്ഷയുടെ പ്രശ്നങ്ങൾ ഉയർന്നുണ്ട്, മൊണോപ്പൊളിയുടെ പ്രശ്നങ്ങൾ ഉയർന്നുണ്ട്, സർവോപരി പൊളിറ്റിക്കൽ ചോദ്യങ്ങളും ഉയർന്നുന്നുണ്ട്. അത് ശ്രീ കെ സി വേണുഗോപാൽ തന്നെ വെടിപൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുന്ന കാര്യം, ശ്രീ കെ സി വേണുഗോപാലിനോ കോൺഗ്രസിനോ പോലും ഡൈജസ്റ്റ് ആവാത്ത ഈ ഉടമ്പടിയിലേക്ക് ഒരു കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് എങ്ങനെ പോയി? ഇതിന് അദ്ദേഹത്തിൻ്റെ മംഗലാപുരം യാത്രയുമായി ബന്ധമുണ്ട്. അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റിനെ കാണാൻ പോകുന്നതിന് മുമ്പ് കാണാൻ പോയത് അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റിനെയായിരുന്നു. അപ്പോൾ അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റിനെ കണ്ടു തുടങ്ങിയത്, അതിനുശേഷം വകുപ്പ് കൊള്ള, പൂമ്പാറ്റ തേൻ കുടിക്കുന്നത് പോലെ ആരും അറിയാതെ വകുപ്പ് മുഴുവൻ അദ്ദേഹം സ്വന്താക്കി. അദ്ദേഹത്തിന് ആവശ്യമായ ഈ വകുപ്പുകളെല്ലാം അദ്ദേഹം സ്വന്താക്കി. എന്നിട്ടാണ് ഇപ്പോൾ കടൽ കൊള്ളയ്ക്ക് വഴിയൊരുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പരസ്പര ബന്ധിതമാണ്, കണക്റ്റഡാണ്. വലിയ കൊള്ളയാണ് എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് കൃത്യമായി വിശദീകരിക്കണം. ഒരു കാരണവശാലും വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതിനുള്ള ഒരുപാട് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംഘടനയാണ് DYFI. ഒരു കാരണവശാലും വിഴിഞ്ഞത്തെ ഇതുപോലെ ഏകപക്ഷീയമായ ഏതെങ്കിലും ഉദ്ദേശങ്ങൾക്ക് വേണ്ടി, അഴിമതിക്ക് വേണ്ടി, കൊള്ള നടത്താൻ വേണ്ടി വിട്ടുകൊടുക്കാൻ DYFI കണ്ടു നിൽക്കില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.